ബിൽക്കിസ് ബാനു കേസിൽ കുറ്റവാളികൾ വീണ്ടും ജയിലിലേക്ക്. സമയം നീട്ടി നൽകണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. കീഴടങ്ങാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെയാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നത്. ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് കഴിഞ്ഞ 8-നാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ധനസുമോദ് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു. ധനസുമോദ്, ഈ കാർഷിക വിളവെടുപ്പ് അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പ്രതികൾ ഇത്തരത്തിലൊരു ഹർജി നൽകിയിരുന്നത്. അത് കോടതി തള്ളിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം? ഇപ്പോൾ കോടതി വിധി മറികടക്കാൻ വേണ്ടിയുള്ള ചെറിയ കാരണങ്ങൾ മാത്രമാണ് നിരത്തിയിരിക്കുന്നത്. ഈ ഹർജികളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിയുമ്പോൾ ഗൗരവമായ കാര്യങ്ങളൊന്നും തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉടൻ തന്നെ പ്രതികൾ കീഴടങ്ങണം എന്നൊരു ആവശ്യം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മോചിതരായ 11 പേരെയും തിരിച്ച് ജയിലിലേക്ക് തന്നെ അയക്കണം എന്നുള്ള കാര്യത്തിൽ ജസ്റ്റിസ് നാഗരത്നയുടെ ബെഞ്ച് ഉത്തരവിട്ടത്. അവർ 21-ാം തീയതി ഈ ഞായറാഴ്ചയാണ് അവരുടെ ഒരു സമയപരിധി അവസാനിക്കുന്നത്. ഈ സമയപരിധി അവസാനിക്കാതിരിക്കെയാണ് ഈ 3 പ്രതികൾ, പ്രധാനമായും നേരത്തെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ചിദംബരേഷിനെ മുൻനിർത്തി അദ്ദേഹമാണ് ഇവർക്ക് വേണ്ടി ഹാജരായത്. ഈ 3 പ്രതികളിലും ചൂണ്ടിക്കാട്ടിയത് ഒരാൾക്ക് ചികിത്സാപരമായ ആരോഗ്യ പ്രശ്നം, രണ്ടാമത്തെ ആൾക്കാർക്ക് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കണം, അതിനുവേണ്ടി വീട്ടിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട്, മൂന്നാമത്തെ ആൾക്കാണ് ഇതുപോലെ ഇവിടെ മഞ്ഞുകാലമാണ്, കാർഷിക വിളവെടുപ്പാണ്, അതുകൊണ്ട് ഈ 1.5 മാസം കഴിഞ്ഞ് മാത്രമേ ജയിലിൽ എത്താൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി അറിയിച്ചത്. ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയിലേക്ക് ഒരു പ്രത്യേക അപേക്ഷ നൽകിയത്. പക്ഷേ ഈ അപേക്ഷ പരിഗണിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സാവകാശം നൽകാനാവില്ലെന്നും ഈ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷകളിൽ ഒരു കഴമ്പുമില്ലെന്ന് കണ്ടെത്തിയാണ് അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നാളെ തന്നെ ഇവർ ജയിലിൽ വന്ന് ജയിലിൽ കീഴടങ്ങണമെന്നും ജസ്റ്റിസ് നാഗരത്ന നിർദ്ദേശിച്ചു. ശരി, ബിൽക്കിസ് ബാനു കേസിൽ കുറ്റവാളികൾ വീണ്ടും ജയിലിലേക്ക് എത്തുകയാണ്. സമയം നീട്ടി നൽകണമെന്ന ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. അതായത് ഈ കാർഷിക വിളവെടുപ്പ് അടക്കം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു, അത്തരത്തിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ഈ ജയിലിലേക്ക് പോകാനുള്ള സമയം നീട്ടി നൽകണമെന്നൊരു ഹർജി പ്രതികൾ നൽകിയിരുന്നത്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയത്. കീഴടങ്ങാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുന്നത്. ഈ ഒരു സമയത്ത് കൂടിയാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നത്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ധനസുമോദാണ്. രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിക്കാരൻ അശോക് പാണ്ഡെയ്ക്ക് 1 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇത്തരം നിസ്സാര ഹർജികളുമായി വരരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി.